ഇതിന് മുമ്പുള്ള എൻ്റെ ഓലയുടെ വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ വന്ന സമയത്ത് അതിനകത്ത് കമൻസ് മുഴുവൻ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടായിരുന്നു. എനിക്ക് ചീത്ത തിരിച്ചു പറയാൻ അറിയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഞാനും ചീത്ത വിളിച്ച് വെറുതെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു തെറി പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം ആക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്യാറ്. പക്ഷേ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓല അല്ലെങ്കിൽ ഈ ബൈക്കിൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറയുക കമൻറ്റിൽ. അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ. അല്ലെ എന്നെ കുറച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു തെറി പറയാനൊരു പ്ലാറ്റ്ഫോം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എന്താണെങ്കിലും. ഇപ്പോൾ നാളത്തെ ഡിസംബർ 25 ഒരു 4000 സർവീസ് സെൻറ്റേഴ്സും കൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓൾ ഇന്ത്യ 4000. അടിപൊളി. ഇപ്പോൾ നമ്മളൊരു 10 നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതേപോലെയാണ് ഇത് പോകുന്നത്. നമസ്കാരം. ഈ വീഡിയോ ഒരു മറുപടിയാണ്. കാരണം ഞാനൊരു 3 മാസം മുമ്പ്, അത് കഴിഞ്ഞിട്ടൊരു മാസം മുമ്പ് ഞാൻ ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ചെയ്തിരുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ആ ഒരു വീഡിയോ കിടപ്പുണ്ട്. അതെല്ലാം സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓഫേഴ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് ഒരുപാട് പേര് ഭയങ്കര ബഹളങ്ങളൊക്കെ ആയിട്ട് കമൻസിലെല്ലാം വന്നിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു എന്താണ് കാര്യം. ഞാൻ അതിനുശേഷം ഒരു 1-2 മാസം ഞാൻ ശരിക്കും നോക്കുമായിരുന്നു, റോഡിൽ ഓല ഉണ്ടോ, ഓല അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം വണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒരുപാട് നമ്മുടെ നിരത്തുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ടും ആളുകൾ എന്തുകൊണ്ട് വീണ്ടും ആളുകൾ ഇതിനെ പറ്റി വളരെ നെഗറ്റീവായിട്ട് പറയുന്നു എന്ന കാര്യങ്ങളെല്ലാം ഞാൻ പല തവണകൾ ആലോചിച്ചു. ഇപ്പോഴും ഇതാ പോകുന്നു ഒരു ഓല, ഒത്തിരി ഓല ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായത്, ഇതിൻ്റെ 2 ഫാക്ടേഴ്സ് കൊണ്ടാണ് ആളുകൾ എടുത്തത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് സെയിൽസിലെ ഏറ്റവും ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് സെയിൽസ് ഉള്ള ഇലക്ട്രിക് സ്കൂട്ടർ ആണ് ഓല എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ എന്താണ് ഇത്രയും സെയിൽസ് ഉണ്ടായിട്ടും ഓലയുടെ ഒരു നെഗറ്റീവ് ഫാക്ടർ, ആളുകൾ ഇത്രയും അതിനകത്ത് പ്രശ്നങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നത് എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് 2-3 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ഒന്ന്, ഓല ആളുകൾ വാങ്ങിക്കുന്നതിൻ്റെ പ്രൈസ് കുറവായതുകൊണ്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി. പിന്നെ ഇതിൻ്റെ റേഞ്ച്, നല്ലൊരു റേഞ്ച്. ഇപ്പം ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓല അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റ് നോക്കിയാൽ തന്നെ നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ് ഓല. പക്ഷെ അതിൻ്റെ അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഈ റോഡിൽ കണ്ട പല ആളുകളോടും സംസാരിച്ചപ്പോൾ അവരെല്ലാവരും പല പ്രശ്നങ്ങൾ പറയുന്നു. പക്ഷേ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. അതിന് 2 മിക്സാണ്. പക്ഷെ അവരെല്ലാവരും പറയുന്നത് അവരുടെ സർവീസിൻ്റെ കംപ്ലയിൻസ് ആണ്. അല്ലെങ്കിൽ സർവീസ് സെൻറ്റേഴ്സ് ഇല്ല, അല്ലെങ്കിൽ സർവീസ് സെൻറ്റേഴ്സ് ഈ ഒരു സെയിൽസിലുള്ള അല്ലെങ്കിൽ ഇത്രയധികം വോള്യൂമുള്ള ഒരു സ്കൂട്ടറിന്, ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടത്ര സർവീസ് സെൻറ്റേഴ്സ് ഇല്ല എന്നുള്ളൊരു പരാതിയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സർവീസ് സെൻറ്റേഴ്സിൽ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇന്ന് നമ്മളുടെ എറണാകുളത്ത്, എനിക്ക് ഏറ്റവും അടുത്തുള്ളത് എറണാകുളത്ത് തന്നെ ആലുവയിലുള്ള സർവീസ് സെൻറ്ററാണ് ഓലയുടെ. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയി നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കും. അവിടുത്തെ എന്താണ് സെറ്റപ്പ് കാര്യങ്ങൾ കാണും, എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. കാരണം എനിക്ക് മനസ്സിലായിടത്തോളം ഓലയുടെ സർവീസ് സെൻറ്റേഴ്സ് എല്ലാം നേരിട്ട് ഓല തന്നെ നടത്തുന്ന സർവീസ് സെൻറ്റേഴ്സാണ്. ഒരു ഡീലർഷിപ്പിനോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം അത് നേരിട്ട് ഓല നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഫാക്ടേഴ്സ് എല്ലാം നേരെ ആ ബ്രാൻഡ് തന്നെ മാനേജ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ പോയി ഒന്നറിയാം. സോ ഇതാണ് ഓലയുടെ പുളിഞ്ചോട്, അതായത് ആലുവയിലുള്ള ഓലയുടെ സർവീസ് സെൻറ്റർ. അങ്ങനെ ഭയങ്കര ഒരു പ്രീമിയം സംഗതി ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഓലയുടെ ബൈക്സെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടറെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ ആരോടും സംസാരിച്ചിട്ടില്ല. സോ ഇതാണ് സെറ്റപ്പ്. നമുക്കൊന്ന് കയറി നോക്കാം. ഹായ്, ഞാൻ പൈലറ്റ് ഓൺ വീൽസ് എന്ന ചാനലിലാണ്. എനിക്ക് സർവീസ് സെൻറ്റർ ഒന്ന് കാണാൻ പറ്റുമായിരിക്കും. താങ്കളുടെ പേര്? അഭിജിത്ത്, സർവീസ് മാനേജറാണ്. ഓക്കെ.
ആരോടെങ്കിലും ഒന്ന് എനിക്ക് ഒന്ന് സംസാരിക്കാനും ടെക്നീഷ്യന്മാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. ഹായ്, റോഷൻ എന്ന പേര്. ഞാൻ പൈലറ്റ് ഓഫീസ് ചാനൽ. ഞാൻ ഈ സർവീസ് സെൻറ്റർ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ സംഭവം നിങ്ങളെ പറയാം. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ സെയിൽസിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ. അതായത് ഓഫേഴ്സൊക്കെ വന്നപ്പോൾ അന്ന് കുറേ നല്ല തെറിയായിട്ട്. അപ്പോൾ ആ തെറിയൊക്കെ നിങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എന്താണ് സ്റ്റേറ്റസ് എന്ന് ആളുകൾക്ക് അറിയാനൊരു താല്പര്യം. എന്താണിപ്പം ഇപ്പോഴത്തെ സ്റ്റേജിൽ തന്നെ വളരെ ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ വേറെ ഇഷ്യൂസ് ഒന്നും വലിയ വേറെ ഇഷ്യൂസ് അങ്ങനെ ഇഷ്യൂസ് ഇല്ലെന്ന് തന്നെ പറയാം ഇവിടെ. ഇപ്പോൾ സർവീസ് ആണെങ്കിൽ നമുക്ക് സെയിം ഡേ ഡെലിവറി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വണ്ടികൾ തന്നെ പെൻഡിങ് ഒന്നും മാറ്റുന്നില്ല. മേജറായിട്ട് വരുന്ന പണികൾ എന്തൊക്കെയാണ്? മേജറായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഈ ആക്സിഡൻറ്റ് വർക്കും കൂടെ ഇവിടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ വർക്ക് കൂടെ നിങ്ങളുടെ ബോഡിയും കൂടെ ഇവിടെ ബോഡി ഷോപ്പും കൂടെ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു 20 വെഹിക്കിൾസോളം ബോഡി ഷോപ്പിൽ വർക്കുണ്ട്. പിന്നെ ഒരു 25 ആ റേഞ്ച് വണ്ടികൾ മാത്രമേ ഇത് ഇന്നലെയായിട്ട് വന്നേക്കണ വണ്ടികൾ. ഒരു 10-30 വണ്ടി ഡെയിലി നിങ്ങൾക്ക് ഇൻഫ്ലോ ഉണ്ട് ഇവിടെ? ഇൻഫ്ലോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാക്കില്ല? ഇല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 85% മിനിമം നമുക്ക് സെയിമായിട്ട് ഡെലിവറി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ആളുകൾ ഇപ്പോഴും ഓല എന്ന് കേൾക്കുമ്പം ഒരു തെറി പറയണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇവർക്ക് ഒന്നാമത് കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ ഒരു ദിവസം എടുക്കുന്ന വണ്ടികളെന്ന് പറഞ്ഞാൽ 20 വണ്ടി. ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ 20 വണ്ടി എന്നായിരിക്കും ടിക്കറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ടിക്കറ്റിൽ 20 വണ്ടി മാത്രമേ നമുക്ക് അന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് വർക്കബിളായിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ 20 വണ്ടികൾ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ പലയിടത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ മാത്രമേ ഉള്ളത് വളരെയധികം മൂവാറ്റുപുഴ ആ റേഞ്ചൊക്കെ വലിയ ഡിസ്റ്റൻസാണുള്ള ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കാൻ നേരത്ത് അവർക്ക് ഇത്ര ദിവസം ആകും എന്ന് പറയുമ്പോൾ 2 ദിവസം എടുക്കും എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതൊക്കെ വരുമ്പോഴാണ് ഇവർ ഈ കൂടുതൽ ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇവർക്ക് ഒരു ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ. ഈ എറണാകുളത്ത് ഇപ്പോൾ ഇത് മാത്രമാണോ ഒരു സർവീസ് സെൻ്ററായിട്ട്? നമുക്ക് എറണാകുളം ഇപ്പോൾ 4 ഉണ്ട്. ഇപ്പോൾ മേജറായിട്ട് വരുന്നത് ഇവിടെ ആലുവ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ. പിന്നെ എടപ്പള്ളിയുണ്ട്, എടപ്പള്ളിയിലുണ്ട്, നോർത്ത് പറവൂർ, പിന്നെ തോപ്പുംപടി 4 ഉണ്ട്. അപ്പം ഞാൻ ബേസിക്കലി എനിക്കിത് അറിയണമായിരുന്നു. കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ബേസിക്കലി കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ സെക്കൻഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്ന 2ാമത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഓല. അപ്പം ഓല വേണ്ട ആളുകൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അതിൻ്റെ പ്രൈസ് ഒരു ഫാക്ടർ ആയിരിക്കാം. പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നത്? ആളുകൾ ഇത്രയും അതിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന മേജർ വർക്കുകളിൽ നിങ്ങൾക്ക് ബാറ്ററി കംപ്ലയിൻറ്റുകൾ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ബാറ്ററി കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ആവുക, അങ്ങനെ പ്രശ്നമുണ്ടോ? ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവുമെന്ന് പറയുന്നത് ചാർജ് ചെയ്യാതെ വരുന്നതാണ്. അത് മിക്കവാറും ഇത് പ്രശ്നം അത് വാറണ്ടിയിൽ കവർ ആകത്തില്ല. ഇപ്പോൾ കസ്റ്റമർ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ചാർജ് തീരുന്ന മുമ്പ് നമുക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ആപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ചാർജിങ് കണ്ടീഷൻ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ഡ്രെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അത് വാറണ്ടി 0 ആയി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി പോയോ? ബാറ്ററി തന്നെ വേക്കപ്പ് എടുക്കാൻ പാടായിരിക്കും. ചിലപ്പോൾ ചില കേസിൽ വേക്കപ്പായി കിട്ടും. അപ്പോൾ അങ്ങനത്തെ കേസാണെങ്കിൽ അത് വാറണ്ടി കവർ ആകത്തില്ല. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് നമ്മളൊരു 10% താഴത്തെങ്കിലും എത്തിക്കാതെ നോക്കുക. ആദ്യമേ കസ്റ്റമേഴ്സിനുണ്ടായിരുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് പണ്ടുണ്ടായൊരു വണ്ടി കത്തി എന്നുള്ളൊരു സാധനത്തിലാണ് ഓലയുടെ ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാവർക്കും കട്ടിയിട്ടുണ്ടാവും പ്രശ്നങ്ങൾ, അത് ഓലയ്ക്ക് കിട്ടി. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ടോ? പിന്നെ ഇല്ല, ഇതുവരെ. ഇപ്പോൾ ഞാനിവിടെ 1 ഇയർ ആയിട്ട് ഇവിടെ ഉണ്ട്. ഈ 1 ഇയറിൻ്റെ ഇടയ്ക്ക് ഒന്നും ഇതേപോലെ കത്തിയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാർട്സ് അവൈലബിലിറ്റി ഉണ്ടോ? പാർട്സ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ആക്സിഡൻ്റ് അവിടെ ഇൻഷുറൻസിന് അപ്രൂവൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അന്നേരം അവിടെ വന്നിട്ട് പാർട്സ് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന സംഭവമൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, നമുക്കൊരു പാർട്ട് അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 ഡേയ്സിനുള്ളിൽ പാർട്സ് ഇവിടെ വന്നിരിക്കും. അതിൽ ചേസ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ചേസും ബാറ്ററിയും അതിൽ മാറ്റേണ്ടി വരും. ബാറ്ററിക്ക് ഏകദേശം എത്ര സമയം എടുക്കും? ആദ്യം നമുക്ക് ഇപ്പോൾ ഒരു 2 മാസം മുമ്പൊക്കെ നമുക്കൊരു 10 to 15 ഡേയ്സ് ഒക്കെ ആയിരുന്നു. 15 അല്ലെങ്കിൽ 25 ഡേയ്സ് വരുമായിരുന്നു, ഡിലേ വരുമായിരുന്നു. ഇപ്പോൾ നമുക്കൊരു 1 വീക്ക് വരെയൊക്കെ മാക്സിമം വരുന്നുള്ളൂ. 1 വീക്കിൽ നമ്മൾ ബാറ്ററി ഇവിടെ എത്തിച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് പീരിയോഡിക് സർവീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. നമ്മൾ സാധാരണ എല്ലാ വണ്ടിക്കും ഉണ്ട്. നമ്മൾ ബേസിക്കലി പീരിയോഡിക് സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ പീരിയോഡിക് സർവീസിൻ്റെ ആ ഒരു ഇതെങ്ങനെയാണ്, പൈസ എത്ര വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ? പീരിയോഡിക് സർവീസായിട്ട് നമുക്ക്
ഇത് ഒരു 6000 കിലോമീറ്റേഴ്സാണ് ബ്രേക്ക് പാഡിന് പറയുന്നത്. കമ്പനി പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ മേളിലേക്ക് ഇപ്പോൾ 10-15 ഓടുന്ന വണ്ടികളുണ്ട്. എത്ര കോസ്റ്റ് വരും? കോസ്റ്റ് നമുക്കൊരു ഒരു സെറ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട് മാത്രം മാറുന്നതിൻ്റെ 750 രൂപ അടുത്തോളം ബ്രേക്ക് പാഡിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതാണ് ഒരു മേജർ ചിലവെന്ന് പറയാനുള്ളൂ അല്ലേ? വേറെ എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടോ? ഇല്ല. പിന്നെ ജനറേഷൻ 1-ന് ടോർക്ക് ലിങ്ക് ബുഷും ബോൾട്ട്. ഓക്കെ. അപ്പോൾ പിന്നെ ഉള്ളത് ബെയറിംഗ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം അറിയാവുന്നത്. ജനറേഷൻ 1-ന് ടോർക്ക് ലിങ്കിൻ്റെയും ബുഷിൻ്റെയും ഇതുണ്ടെന്ന് പറഞ്ഞു. അതിന് എത്ര വരും ഏകദേശം? കോസ്റ്റ് ഒരു 300 തൊട്ട് 400 രൂപ. അത് ഒരു 5000 കിലോമീറ്ററിലൊക്കെ ചെയ്യേണ്ടി വരുമോ? 5000 അല്ല, അത് ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണ പോലെ ആയിരിക്കും. സ്റ്റിയറിംഗിൽ നിന്നൊരു ഫീല് വരും. നമുക്ക് എന്തെങ്കിലും ബബിളിങ്ങോ എന്തെങ്കിലും ഫീല് വരുവാണെങ്കിൽ നോക്കിയാൽ മതി. അങ്ങനെ വരാറുണ്ടോ? അത് ചില കസ്റ്റമർ ചെറുതായിട്ടൊക്കെ കാണുമ്പോൾ ചാടി അതിനുള്ളിൽ നമ്മുടെ ഇവിടെ വണ്ടി എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് കസ്റ്റമർ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട്, അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ വന്നാലും 300 രൂപ വരുള്ളൂ. അത് നമുക്ക് റെഡിലി അവൈലബിളും ആയിരിക്കും ആ സാധനം. സോ പിന്നെ എന്താ ഇപ്പോഴും ഇങ്ങനെ ആളുകൾ ഈ ഒരു നെഗറ്റീവ് പറയുന്നത്? ഞാൻ അതാ ഇങ്ങനെ പിന്നെ ആലോചിക്കുന്നത്. നമുക്ക് കോസ്റ്റ് കുറവാണ് വണ്ടി. ഇപ്പം നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇതൊരു അവയർനെസ്സിൻ്റെ പ്രശ്നമാണോ? അവയർനെസ്സിൻ്റെ പ്രശ്നമായിരുന്നു വെച്ചാൽ ഇപ്പോൾ ഇതുപോലെയുള്ള എഫക്റ്റ്. ഇപ്പോൾ നമ്മളൊരു 10 നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതേപോലെയാണ് ഇത് പോകുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമറുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ചുമ്മാ വന്ന് സംസാരിച്ചിരുന്ന് പോവുകയുള്ളൂ. ഞാനത് ആദ്യമേ വേറൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചതേ, സാധാരണ ഒരു സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കസ്റ്റമർ ലോഞ്ച് ഉണ്ടാവും, അവർക്ക് സുഖമായിട്ടിരിക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. ഇത് നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വിടുക, കസ്റ്റമറിൻ്റെ അധികം ഊറ്റി എടുക്കാതിരിക്കുക. അതാണോ നിങ്ങളുടെ ഉദ്ദേശം? അത് കസ്റ്റമർ അധികം വന്നിരിക്കേണ്ടതാണ്. കസ്റ്റമർ വന്നിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 10-12 മണിയാകുന്നുണ്ടല്ലോ. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 1 അവറിനുള്ളിൽ ചെയ്യുന്ന വർക്കൊക്കെ ആണെങ്കിൽ അന്നേരം തന്നെ ചെയ്ത് കസ്റ്റമറെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂകളൊക്കെ ആണെങ്കിലും പിന്നെ പോയിട്ട് ഒന്നെങ്കിൽ ഈവനിങ് അപ്പോൾ അവരും വർക്കിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ രാവിലെ വന്ന് ഏൽപ്പിച്ചിട്ട് പോവുക, വർക്ക് ചെയ്ത് വൈകുന്നേരം വന്ന് എടുക്കുക. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ അഖിൽ പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലായത് ഇമ്പ്രൂവ്മെൻറ്റ് ഒരുപാട് വരുന്നുണ്ട്. സർവീസ് സെൻറ്റേഴ്സ് കൂടുന്നുണ്ട്. നമ്പേഴ്സ് കൂടിയ അനുസരിച്ച് വേണം. നിങ്ങൾ ഓല പോലും വിചാരിച്ചില്ല ഇത്രയും നമ്പേഴ്സ് ഓല ഇന്ത്യയിൽ വിൽക്കുന്നു. അതാണ് അതിനകത്ത് ആദ്യമേ സംഭവിച്ചത്. പക്ഷേ വിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സർവീസ് സെൻറ്റേഴ്സ് കൂടുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നാളത്തെ ഡിസംബർ 25-ന് ഒരു 4000 സർവീസ് സെൻറ്റേഴ്സും കൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓൾ ഇന്ത്യ 4000. അടിപൊളി. പിന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ചിലവുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിൽ തന്നെ 2-3 പ്രാവശ്യമൊക്കെ ബ്രേക്ക് പാഡ് മാറുന്ന കണ്ടീഷൻ. അപ്പോൾ അതുപോലെ ഓട്ടോ ഉള്ള വണ്ടികളാണെങ്കിൽ അവർ കെയർ പ്ലസ് ഒക്കെ പ്ലാനൊക്കെ എടുത്തത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് പാഡിൻ്റെ എമൗണ്ട് എല്ലാം ഇതിൽ തന്നെ കവർ ചെയ്ത് ഇപ്പോൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്താൽ പോലും അതിൻ്റെ ലേബർ ഉണ്ടാകത്തില്ല. ഇപ്പോൾ പിന്നെ എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ അങ്ങനെ എന്തെങ്കിലും ഫേസിങ് വരുവാണെങ്കിൽ നമുക്ക് അതിനെ ടോ ചെയ്യുന്നതിൻ്റെ എമൗണ്ട് ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴേ നമ്മുടെ ഒരു വാൻ കണ്ടായിരുന്നു, ഓല എന്നൊക്കെ വലിയൊരു സാധനം. അത് നമ്മുടെ വീട്ടിൽ പോയി സർവീസ് ചെയ്യുന്ന സംഭവമാണ്. വീട്ടിൽ പോയി സർവീസ് ചെയ്യുന്നുള്ള വീട്ടിൽ വന്ന് ഹോം സർവീസ് ആണ്. അപ്പോൾ അത് പ്രയോറിറ്റി കൊടുക്കാറുള്ളത് കെയർ പ്ലസ് ഉള്ള കസ്റ്റമേഴ്സിനായിരിക്കും പ്രയോറിറ്റി വരിക. അതിന് എത്ര ചാർജ് ചെയ്യും? ഒരു 4000 4000 രൂപ ഇയർലി ആണ് ഈ കെയർ പ്ലസിൻ്റെ എമൗണ്ട് വരുന്നത്. ആ കെയർ പ്ലസ് ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഹോം സർവീസ് വരുന്നത് എമൗണ്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് ഓലയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അത് നമ്മളിപ്പോൾ എറണാകുളത്ത് അല്ലെങ്കിൽ ആലുവയിലെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ അഖിലുമായിട്ട് സംസാരിച്ചത്. അഖിൽ ഇവിടെ ഏകദേശം 1 വർഷമായിട്ടുണ്ട്. അഖിലിന് തുടക്കകാലത്ത് കേട്ടുകൊണ്ടിരുന്ന ചീത്തയൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല എന്നാണ് അഖിൽ പറയുന്നത്. അപ്പോൾ ഞാനും ധൈര്യമായിട്ട് എനിക്കിരിക്കാമല്ലോ, എനിക്ക് ചീത്ത കേൾക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇറങ്ങിയത്. കാരണം എനിക്ക് ഇത് എൻ്റെ ഒരു ജോലിയും കൂടിയാണ്. ഇതിനകത്ത് എന്താണ് അവസ്ഥ? വേറൊരു കാര്യം കൊണ്ടെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഈ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും സർവീസ് കൊണ്ടുവരാൻ നല്ല എളുപ്പം. അപ്പോൾ അത് നമ്മൾ ആപ്പ് ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. ആപ്പ് ത്രൂ ആണ് ചെയ്യണമെന്ന് ഏറ്റവും എളുപ്പം. കസ്റ്റമർ കെയർ വിളിക്കുന്നതിനേക്കാൾ എളുപ്പം ആപ്പ് ത്രൂ ചെയ്യുന്നതായിരിക്കും നല്ല. ബേസിക്കലി നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള പണിയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ വന്നാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പോൾ കൺജക്ഷൻ അങ്ങനെ ഒന്നും വരത്തില്ല. ഓൾറെഡി കറക്റ്റായിട്ട് സ്ലോട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മൾ കാറൊക്കെ അല്ലെങ്കിൽ ഒരു വോള്യൂമുള്ള സർവീസ് സെൻറ്റേഴ്സിലെല്ലാം നടക്കുന്നതാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് സർവീസിന് വരിക,
സർവീസിന് വന്നിട്ട് അതിൻ്റെ പണി അനുസരിച്ചുള്ളൊരു ഡിലേ, ഒരു നോർമൽ ഡിലേ ഉണ്ടാവും. കഴിയുന്നത് നിങ്ങൾക്ക് അന്ന് തന്നെ തരാനായിട്ട് ഇവർ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ അതിനകത്ത് തന്നെ നമ്മുടെ കമൻസിൽ തന്നെ എഴുതുക. നമുക്ക് അതിനകത്തൊരു പോംവഴി ഉണ്ടാക്കാം, അല്ലേ? ഉണ്ടാക്കി കൊടുക്കും. ഇതാ അപ്പോൾ എന്തായാലും താങ്ക് യു. എനിക്ക് ഒരു കസ്റ്റമറോടും കൂടെ സംസാരിക്കണം. ഞാൻ ആ വീട് എടുത്ത് പറഞ്ഞിരുന്നു. എനിക്ക് ഒരു കസ്റ്റമർ എടുത്ത് ഞാൻ ചോദിച്ചോട്ടെ, എന്നെ ചെയ്ത് വിളിക്കില്ലല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ സർവീസിൻ്റെ ആളുകൾ പറയുന്നത് അനുസരിച്ച് നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇല്ല എന്നവർ പറയുന്നില്ല. നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നത് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വരുന്നു, ബെറ്ററാക്കി തുടങ്ങി എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇത് നമുക്കിതിൻ്റെ സർവീസിൻ്റെ ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. സോ കസ്റ്റമേഴ്സ് ഇവിടെ 1-2 പേരുണ്ട്, അവരെ ഒന്ന് കണ്ടു നോക്കാം. 2 കസ്റ്റമേഴ്സ് ഉണ്ട്. ഹായ്, ഞാനൊരു ചാനലിൽ നിന്നാണ്. അപ്പം ഞാൻ ഈ ഓലയുടെ സർവീസ് സെൻറ്റർ കാണാനായിട്ട് വന്നു. ഇരിക്കാമോ? ഞാൻ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി വന്നാൽ ഞാനും കൂടെ ഒന്ന് ഇരിക്കാം. ഹായ്, പേരെങ്ങനെയാ? ബഹഷ്. ഏതാ ഓല S1 Pro. S1 Pro. എൻ്റെ S1 Pro. പേര് ആദിത്യ. സോ ഞാൻ ബേസിക്കലി നേരത്തെ ഈ ഓലയുടെ ഒരു ഓഫേഴ്സ് എല്ലാം വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഒരുപാട് നെഗറ്റീവ് അതിനകത്ത് വന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പം നമ്പേഴ്സ് നോക്കുമ്പോൾ ഓല ഭയങ്കര സെയിലുണ്ട്. നിങ്ങളും അത് തന്നെ ഈ സെയിലിൻ്റെ ഒരു ഇതിലാണോ നിങ്ങൾ വണ്ടി എടുത്തത്? ആക്ച്വലി ഞാൻ എടുത്തുള്ള ഇനീഷ്യൽ സ്റ്റേജിലാണ്. നമുക്കധികം റിവ്യൂ കാര്യങ്ങളൊന്നും അന്നില്ല. പക്ഷെ എന്നിരുന്നാലും എടുത്തത് നോക്കുമ്പോൾ ബേസിക്കലി ഞാൻ നോക്കിയിരുന്നത് ഇതിനകത്ത് ആക്ച്വലി മറ്റുള്ള വണ്ടികൾ, അതായത് നിലവിലിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന EVയിൽ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഏത് വണ്ടിയാണെന്ന് ഞാൻ ചിന്തിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കിലോമീറ്റർ ബേസ് ആണെങ്കിലും മറ്റുള്ളൊരു വണ്ടിക്ക് തരാൻ പറ്റാത്ത ഒരു കിലോമീറ്റർ ആ റേഞ്ച് അത് തരുന്നുണ്ട്. അറൗണ്ട് 135 പറയുന്നുണ്ട്. മറ്റുള്ളതൊക്കെ 100 പറയുമ്പോഴും അത് തന്നെ. ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും അഡ്വാൻസ് ടെക്നോളജികൾ അല്ലെങ്കിൽ മാത്രമല്ല വിത്ത് പാസ്വേഡ്, ഈ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വെച്ച് ഡിജിറ്റലാണ് ഡിസ്പ്ലേ അല്ലേ. പിന്നെ വരുന്ന ബൂട്ട് സ്പേസ് ആയാലും നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ഫീച്ചർ വെച്ച് മറ്റുള്ള ഇതിൻ്റെ പ്രൈസ് കമ്പാരിസൺ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓലയായിരുന്നു. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള സർവീസ് കാര്യങ്ങളിലാണ് ഞാൻ കുറച്ചും കൂടി കൺസേൺ ആയിരുന്നത്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി അറിയാൻ നമുക്ക് സമയമെടുത്തു എന്നുള്ളതാണ് നമ്മൾ. ഇത് ഇപ്പം ഇറങ്ങിയ ഇപ്പോൾ 2 വർഷമായില്ലേ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഡെഫിനറ്റ്ലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതിപ്പോൾ സോൾവ് ചെയ്ത് വരുന്നുണ്ടോ? അതാണിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെ. ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി ഉപയോഗിച്ച അന്ന് മുതൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വണ്ടിയുടെ സർവീസ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും അതിൻ്റെ പെർഫോമൻസ് ആയാലും നമുക്ക് മറ്റുള്ള ഈവൻ ഒരു പെട്രോൾ സ്കൂട്ടർ സീരീസിൽ അത്യാവശ്യം മറ്റുള്ള വണ്ടികൾക്ക് തരാൻ പറ്റാത്ത പവർ, ടോർക്ക്, സ്പീഡ് ഇതിന് തരാൻ പറ്റുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആണ്. മാത്രമല്ല ഫ്ലെക്സിബിളാണ്. ഈവൻ ഇപ്പോൾ എൻ്റെ ഒരു iQube ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും എനിക്ക് ഈ വണ്ടിയിൽ കിട്ടുന്ന ആ ഒരു കംഫർട്ട്, സ്മൂത്ത്, അതൊന്നും വേറെ ഒരു വണ്ടിയിൽ എനിക്ക് കിട്ടാൻ. ഇപ്പോൾ നമ്മുടെ ഈ മെസ്സേജുകൾ വന്നപ്പോഴേ, കമൻസ് വന്ന സമയത്ത് വണ്ടി നിന്നുപോയി അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? എൻ്റെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ബാറ്ററി പോയതാണ്. ബാറ്ററി കംപ്ലൈൻ്റ് ആയി. ഞാൻ ഒരു തവണ വഴിയിൽ നിന്നതാണ്. പിന്നെ അവസാനം ഈ പറഞ്ഞ റോഡ് സൈഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ അവിടുന്ന് പ്രാവർത്തികത്തിൽ വന്നിട്ടില്ല. ഞാൻ അവസാനം അവിടുന്ന് വണ്ടി വിളിച്ച് അതിനകത്ത് കയറ്റി ഇവിടെ കൊടുന്ന് വെക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ 2 ദിവസം കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞത് ബാറ്ററി പോയി ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇതെന്നാ എത്ര നാളായത്? അത് ഇപ്പോൾ അതിപ്പോൾ ഒരു വർഷം. ഞാൻ എൻ്റെ വണ്ടി 23,000 കിലോമീറ്ററിലാണ് ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആയത്. ഇപ്പോൾ അറൗണ്ട് 40,000 കിലോമീറ്ററായി. 40,000. ഒരു വർഷത്തിന് മുമ്പല്ലേ അത് നടക്കണേ? ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് ബാറ്ററി വരണമെങ്കിൽ 5 ദിവസം കൊണ്ട് അവർ ബാറ്ററി എത്തിക്കുമെന്ന് പറയണു. ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അന്നത്തെക്കാലൊക്കെ. സർവീസ് ഓൾമോസ്റ്റ് ബെറ്റർ സർവീസ് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ അറൗണ്ട് 2-3 തവണ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം പിന്നെയുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിലും എനിക്ക് അന്ന് തന്നെ വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന, എൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്
85% വണ്ടികൾ അന്ന് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ അവർ പറഞ്ഞ ചില മേജർ ഇഷ്യൂസ് ഒഴികെ ഈ സാധനം വരുന്ന, അതായത് ബാറ്ററി ആയിക്കോട്ടെ, മേജർ കമ്പോണൻസ് അവർക്ക് അവിടുന്ന് അവരുടെ സ്റ്റോറിൽ നിന്ന് വരുന്ന ആ ടൈം ഒഴിച്ചിട്ടുള്ള ചെറിയ ചെറിയ മെയിൻ്റനൻസുകൾ, കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ബ്രേക്ക് പാഡ് ആയിക്കോട്ടെ, ടയർ ആയിക്കോട്ടെ, ചെറിയ ചെറിയ അവരെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റനൻസ് എല്ലാം അവർ ചെയ്യുന്നുണ്ട്. കെയർ പ്ലസ് എന്നുള്ള സംഗതി എടുത്തിട്ടുണ്ടോ? കെയർ പ്ലസ് ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ എടുത്തവരുണ്ടായിരുന്നു. പക്ഷെ അത് അട്ടർ ഫ്ലോപ്പായി പോയിരുന്നു അന്നത്തെ ടൈമിൽ. ഓല കെയർ പ്ലസ് അതിനകത്തുള്ള സർവീസ്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, അത് ഇത് എല്ലാം ഫ്രീ സർവീസാണെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം അതെങ്ങനെയാണ്? കാരണം ഇപ്പം ഞാൻ ഒരാളോട് കാരണം വെച്ചാൽ ഇത് വെച്ചാൽ ആരും ഇപ്പോഴത്തെ പുതിയ സർവീസ് ഈ ഒക്ടോബറിന് ശേഷം പറഞ്ഞു, അവർ ഭവിഷ്യങ്ങൾ അനൗൺസ് ചെയ്തതിന് ശേഷം ആരും അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ചെയ്യില്ല. കാരണം അതുവരെ അവർക്ക് കിട്ടിയിരുന്നത് മോശം എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലും അവരൊന്നും ബോധേഡല്ല. കാരണം ഇപ്പം റെഡി ആയിട്ടുണ്ടാവാം, പക്ഷെ അത് ഇനി അത് പറഞ്ഞ് പബ്ലിസിറ്റി വഴി വരുന്നു. അന്നത്തെ ആ ഒരു കൺസെപ്റ്റ് വെച്ച് തന്നെ, കാരണം വെച്ചാൽ ഒരുപാട് ഡിലേ കാര്യങ്ങളും പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ആളുകൾ പൊതുവെ ഇത് ഇനിയിപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചാൽ ഇനി പയ്യെ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലായി. പക്ഷെ ഞാൻ ഈ ഒക്ടോബർ 1 എന്നുള്ളത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നത് ആ ഒരു ഇത് വന്നതുകൊണ്ട് തന്നെ ഞാൻ അത് കൊടുത്ത്. പക്ഷെ ആ ഒരു റിസൾട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഉണ്ടായി. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേണ്ട, ഞാനൊരു 11 മണിക്ക് ഇവിടെ കൊടുന്ന് വെച്ചു. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അപ്പോൾ അവർ കൊടുന്ന് വെച്ചു. എനിക്ക് 2:30 എനിക്ക് കോൾ വന്നു, വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇത് കാര്യം എന്ന് വെച്ചാൽ പണ്ട് ഫ്രീ സർവീസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ചില സ്പെയറിനൊക്കെ ഇപ്പോൾ പേയ്മെൻ്റ് ആയിട്ടുണ്ട്. അതിൽ എത്ര പേരുണ്ട്? അത്യാവശ്യം സ്പെയറിന് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ സ്പെയറിന് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ കോക്പിറ്റ് ജസ്റ്റ് ഓടി നല്ല ജെർക്കിങ് ഉണ്ട്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അത് ഞാൻ മാറിയതുകൊണ്ട് അറൗണ്ട് 1200 വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബുഷ് ബെയറിങ് മൊത്തത്തിൽ എനിക്കൊരു 1700 രൂപ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഓക്കെയാണ്, ഞാൻ കൊടുക്കാൻ സാറ്റിസ്ഫൈഡ് ആണ്. 43,000 കിലോമീറ്റർ ഓടിയല്ലോ. അതിക്ക് മുമ്പ് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം വെച്ചാൽ അത്ര നല്ല പെർഫോമൻസ് വണ്ടിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 43,000 കിലോമീറ്റർ ഓടി എന്ന് പറയുന്നത് ഒട്ടും ചെറിയൊരു കാര്യമല്ല. അതുവരെയൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോയല്ലോ നമുക്ക്. അപ്പം ഞാൻ ഇറങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ റെഫർ ചെയ്ത് ഒരു 6 വണ്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് റെഫറൽ ലാൻഡ് കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് അതിനെക്കുറിച്ച് അവെയർ അല്ലായിരുന്നു. 6 പേരും എടുത്ത് ഈ സംഗതി ഓടി ഒരു ഇതായി കഴിഞ്ഞപ്പോൾ കംപ്ലൈൻറ്റുകൾ വന്നു തുടങ്ങിയപ്പോൾ എന്നെ പഴിയാറാൻ തുടങ്ങി. നീ പറഞ്ഞിട്ടല്ലേ എടുത്ത്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട്, 63,000 കിലോമീറ്ററായി. അവർ എക്സ്റ്റൻഡഡ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് സ്കൂട്ടർ ഇഷ്യൂ കാണിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കൊടുന്ന് നമ്മൾ വണ്ടി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അവരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. സാധനം ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ സാറ്റിസ്ഫൈ. കാരണം വെച്ചാൽ ആസ് പെട്രോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. അതിപ്പോൾ ഈ ഒല ആവണമെന്നില്ല, ഏത് ഇലക്ട്രിക് വണ്ടിയാണെങ്കിലും നമുക്ക് ബെനിഫിറ്റാണ്. പക്ഷേ ഈ ഒലേനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കിലോമീറ്റർ റേഞ്ച്, ഇതെല്ലാം നമുക്കൊരു പൈസ ആസ് കമ്പയർഡ് ടു മറ്റുള്ള വണ്ടികൾ നോക്കുമ്പോൾ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. വണ്ടിയുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഈവൻ സർവീസ് കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ എന്തുകൊണ്ടും ബെറ്റർ ഇതാണ്. അപ്പോൾ സർവീസ് ഇവർ പറഞ്ഞനുസരിച്ച് ബെറ്റർ ആക്കിക്കൊണ്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. വരുന്നുണ്ട്. നമസ്കാരം. പേര് ആദിത്യൻ ബാബു. ആദിത്യക്ക് പയ്യനാന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം ഒത്തിരി കാലം ആയില്ലായിരിക്കും വണ്ടി എടുത്തിട്ട്. ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 1.5 കൊല്ലമായി. അത്രേ അടിപൊളി. ഞാൻ കോളേജിൽ പോകാനാണ് വാങ്ങി. എനിക്ക് ഫസ്റ്റ് ഒരു 6 മാസം വിഷയം ഉണ്ടായില്ല. പക്ഷേ ഈ വന്ന പ്രോബ്ലം തന്നെയാണ് വണ്ടിക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിൽ പോകാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ എക്സാമിന് പോയിരുന്നു. പെട്ടെന്ന് വണ്ടി ഓഫായി പോയി. എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു. പെട്ടെന്ന് ഫ്രണ്ട് വന്നുകൊണ്ട് ഞാൻ അത് വണ്ടി റോഡിൽ സൈഡിൽ എടുത്തുകൊണ്ട് ഞാൻ കയറിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ അന്ന് പെട്ടേനെ. എന്താ പ്രശ്നം? അത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. അത് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് കൊടുത്തു. ഇന്നലെ 11 മണിയായപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ഇന്നലെ വൈകിട്ട് തന്നെ വിളിച്ചു, റെഡി ആയി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇന്ന് എടുക്കാൻ വന്നതാണ്. ഓക്കെ. അപ്പോൾ അത് ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പം 1.5 കൊല്ലമായിട്ട് ഈ ഒരു ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത് അല്ലേ? 1.5 കൊല്ലമായിട്ട് അങ്ങനെയല്ല. എൻ്റെ ഫ്രണ്ടിൽ ഈ കിറ്റിൻ്റെ അവിടെ ഒരു ചെറിയ എപ്പോഴും ഞാൻ വരാറുണ്ട് ഇവിടെ. എന്ന് പറഞ്ഞാൽ ആ കിറ്റ് എപ്പോഴും പൊട്ടി ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ. അതെന്നെ ഇതാണ് സാധനം.
ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, പൊട്ടുന്നുണ്ട്. അത് മേജർ ഇഷ്യൂ ആണ്. അപ്പോൾ അതിനാണ് അവർ പേയ്മെൻറ്റ് മേടിച്ചത്. നമ്മൾ വണ്ടി അത് ഇപ്പോൾ അണ്ടർ വാറണ്ടി, അതായത് തുടക്കത്തിൽ തന്നെ ഞാൻ 2 തവണ അത് മാറി, ഇപ്പോൾ 3ാമത്തെ തവണ മാറാം. ഇനി അത് മാറേണ്ടി വരും. പക്ഷെ ഇത്തരം ഫോൾട്ടുകൾ ബിൽഡിംഗ് ക്വാളിറ്റിയിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ ആ കോക്പിറ്റ് മാറാൻ വേണ്ടി തന്നെ ഒരു 5 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അത് ആ ഒരു ഇഷ്യൂ വെച്ച് പിന്നെ എനിക്ക് വലിയതായിട്ടൊന്നും വന്നുള്ള വണ്ടിക്ക്. അതായത് നമുക്ക് ഈ വഴിയിൽ കിടന്നുപോയി എന്നുള്ള ഇഷ്യൂ ഒരു പ്രാവശ്യമാണ് ആദ്യമായിട്ടാണ്. അതൊരു പ്രാവശ്യം അത് പെട്ടെന്ന് തന്നെ ശരിയാക്കി തരുകയും ചെയ്തു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട്. പെട്ടെന്ന് ശരിയാക്കി തന്നു. ഇന്നലെ വൈകിട്ട് തന്നെ എന്നെ വിളിച്ചു, വണ്ടി റെഡി ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പഴയ നിങ്ങൾ ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ബെറ്റർ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പഴയ സർവീസിനേക്കാൾ ബെറ്റർ എന്ന് പറഞ്ഞാൽ ചില തുറന്നു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഞാൻ വന്ന് എനിക്ക് ഒരു ദിവസം കൊണ്ട് വണ്ടിയും കിട്ടാൻ വലിയ കുഴപ്പം വരാറില്ല. പക്ഷെ ഞാൻ വേറെ ചില സ്ഥലത്ത് കൊണ്ട് സർവീസിന് കൊടുക്കുമ്പോൾ അവർ ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ടാണല്ല, പക്ഷെ വണ്ടി എടുക്കാറില്ല. അവിടെ ഫുള്ളായി എന്നും പറഞ്ഞ് ഞാൻ ക്ലാസ്സും കട്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം എടുത്ത് അങ്ങോട്ട് ഓരോ സ്ഥലത്ത് പോവുകയാണേ. ടിക്കറ്റ് എടുത്തിട്ട് ചെന്നിട്ടും തിരക്കാണ്. ഓക്കെ. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പ് വരെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ അതിൻ്റെ തിരക്കുകൾ കുറഞ്ഞു വരുന്നു, അതായത് ഇഷ്യൂസ് കുറഞ്ഞു വരുന്നു. ഇവരുടെ സർവീസ് സെൻറ്റേഴ്സ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത്, നേരത്തെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ എടപ്പള്ളി അവരുടെ സർവീസ് സെൻറ്റർ. കാരണം വെച്ചാൽ അവിടെ വെച്ചാൽ ഈ എറണാകുളം ഏകദേശം മേജറായിട്ട് വരുന്നത് അവിടെയാണ്. അവർക്ക് അത് അറ്റൻഡ് ചെയ്യാനുള്ള ഈ സർവീസ് പേഴ്സണോ കാര്യങ്ങളൊന്നുമില്ല, ടെക്നീഷ്യൻസോ കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം അതിന് വന്ന ആ ഒരു ഇതും പിന്നെ ഈ ഒലയുടേതായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ കൂടുതലും വന്നതോടുകൂടി സംഗതി കസ്റ്റമേഴ്സിന് പ്രോപ്പറായിട്ട് കിട്ടില്ല. എൻ്റെ ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ മാറി എന്നുള്ളത് 59 ദിവസം കഴിഞ്ഞ്. 59 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബാറ്ററി കിട്ടി. 15 ദിവസം അവർ കാലാവധി പറഞ്ഞു. ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു. അപ്പോഴും അവർക്ക് റെസ്പോൺസ് എടപ്പള്ളിയിലെ എടപ്പള്ളി ഷോറൂം ഞാൻ വിളിച്ചു. അവസാനം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരും കൈമാറിക്കൊണ്ടിരിക്കുക, സ്റ്റാഫ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടെക്നീഷ്യന്മാൻസ് പ്രഷർ കൂടണം, അവരും മാറിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ ഞാൻ ആരോട് ചോദിക്കും എന്നുള്ള കൺസെപ്റ്റേ ഒരു നിവൃത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയുമ്പോൾ ഇവരുടെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒലയുടെ പേജിൽ അതിനകത്ത് നിന്ന് ഞങ്ങൾ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പേഴ്സണൽ മെസ്സേജ് അയച്ച് ഞാൻ അപ്പോൾ അവരൊന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് 2 ദിവസത്തിലല്ല അന്ന് തന്നെ എന്നെ വിളിച്ച് അവർ എന്നെ റെസ്പോണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു എൻ്റെ ബാറ്ററി ഞാൻ പോയിട്ട് ഇപ്പോൾ അറൗണ്ട് 1 മന്തായി, ഞാനിത് ആരോടെ ചോദിക്കേണ്ടത് എന്താണ് അറിയാം. അപ്പോൾ അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ റെസ്പോണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 3-ൻ്റെ അന്ന് അവർ വിളിച്ചു, വണ്ടി റെഡിയാണെന്നും പറഞ്ഞു. അതായത് അവരുടെ അതോറിറ്റീസിലോട്ട് ഇത് പ്രോപ്പറായിട്ട് ഇത് കൺവേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് മനസ്സിലായത്. ഇതിനകത്തുള്ളൊരു ഇഷ്യൂ ഈ ലോക്കൽ സർവീസ് സെൻറ്റേഴ്സ് പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിൽ പരാതി വരുന്നത് ബ്രാൻഡിലാണ്. അപ്പോൾ അത് ആണ് ഇപ്പോൾ ഇവർ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഏകദേശം 4000 പുതിയ ടച്ച് പോയിൻറ്റ്സ് വരുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് ഓല അത് അറിഞ്ഞ് ക്ലിയർ ആക്കി വരട്ടെ, നിങ്ങൾക്ക് ഭാവിയിലൊരു കുഴപ്പം ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ ഈ ചാർജിങ് സ്റ്റേഷൻ കുറച്ചുകൂടി ഇവർ അടുപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അധികമൊന്നും വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു പാലാരിട്ടതാണെന്നോ അല്ലേ. ബാക്കി വീട്ടിലല്ലേ നിങ്ങൾ ചാർജ് ചെയ്യണം? വീട്ടിലാണ്. ഞാൻ മോസ്റ്റ്ലി വീട്ടിലാണ്. കാരണം വെച്ചാൽ നമുക്ക് എവിടെ പോയാലും വിത്തിൻ ഒരു 60 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പോയി തിരിച്ചു വരാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഈ വണ്ടി കൊണ്ടുണ്ട്. പക്ഷേ മറ്റുള്ള വണ്ടി പോലല്ല. പിന്നെ ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ പോയി അവിടുന്ന് റിട്ടേൺ വന്ന ആളാണ്. റിട്ടേൺ എന്ന് വെച്ചാൽ അവിടെ ചാർജിങ് സ്റ്റേഷൻ ഉള്ള ഒരു കോൺഫിഡൻസിലാണ് അവിടെ പോയി. ഞാൻ അവിടെ പോയി ജസ്റ്റ് അവിടെ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ കുത്തിയിട്ട് ഒരു ടീ കുടിച്ച് അവിടുന്ന് ഒരു 20 to 30 മിനിറ്റ്സ് അവിടെ ഞാൻ തിരിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ അതിരപ്പള്ളിയും പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ എന്താണെങ്കിലും കേട്ടതനുസരിച്ച് സർവീസാണ് ഇഷ്യൂ. ആ സർവീസ് അവർ ബെറ്റർ ആക്കിക്കൊണ്ട് വരുന്നു എന്ന് പറയുന്നു. എന്താണെങ്കിലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്താണെങ്കിൽ വണ്ടി എടുക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി, താങ്ക് യു. അപ്പോൾ നമ്മൾ ആലുവയിലെ ഓല സർവീസ് സെൻറ്ററിൽ നമ്മൾ സർവീസിൻ്റെ മാനേജറെ കണ്ടു. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ 2 പേരെ കണ്ടു. ഇതിൽ നിന്ന് മനസ്സിലായത് ഓല ആസ് എ ബ്രാൻഡ് ഉള്ള പ്രശ്നത്തേക്കാൾ അല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ആദ്യം നല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ സർവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് സെൻറ്റേഴ്സിൻ്റെ അതിലുള്ള ഉത്തരവാദിത്വം ഭയങ്കരമാണ്. അല്ലെങ്കിൽ അവരുടെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ സർവീസ് സെൻറ്റേഴ്സ് കുറഞ്ഞ നമ്പേഴ്സ് അല്ലെങ്കിൽ വോള്യൂം കൂടി സർവീസ് സെൻറ്റേഴ്സ് കുറഞ്ഞിരുന്നതിൻ്റെ ഒരു പ്രശ്നവും കൂടി ആയിരിക്കും അവർ. പക്ഷേ എന്താണെങ്കിലും അതെല്ലാം സോൾവ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഈവൻ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്. കസ്റ്റമേഴ്സിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് വരെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്താണെങ്കിലും നമുക്ക് നോക്കാം.
സോ ഇതാണ് ഇതിൻ്റെ റിയൽ പിക്ചർ. ഇതിനകത്ത് ഒരു കള്ളത്തരവും ഇല്ല. കാരണം സ്ട്രേറ്റ് അവേ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്താണ് സംസാരിച്ച് ഈ കസ്റ്റമേഴ്സിനെ ഞാനറിയില്ല, ഇനി അവരെ അറിയുമെന്ന് എനിക്ക് അറിയുമില്ല.